കനത്ത ദുഃഖത്തിൻ്റെ നേരത്ത് നമ്മുടെ ഉള്ളിലുള്ള കരുത്ത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ വെൻ യു ആർ ഇൻ ദ ഡാർക്ക്. ഇരുട്ട് നേരത്ത് നിങ്ങൾ ആരാണോ എന്താണോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ഇനി നിങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഒരു സ്കാനറിലൂടെ കടത്തിവിടുക നിങ്ങളെ തന്നെ. വല്ലത് ഉലയുന്ന അവസ്ഥകളിൽ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? നിങ്ങളെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അതെല്ലാം പ്രശ്നകാരിയായി മാറുന്നു. ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ദുഃഖത്തിൻ്റെ കൂട്ടിൽ നിങ്ങൾ ആരും തളച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അതാണ് നിങ്ങളുടെ യഥാർത്ഥ ക്യാരക്ടർ. ക്യാരക്ടർ ഈസ് വാട്ട് യു ആർ വെൻ യു ആർ ഇൻ ദ ഡാർക്ക്. ഇരുട്ടത്ത് നിങ്ങൾ എന്തോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ആ യഥാർത്ഥ സ്വഭാവം യാഥാർത്ഥ്യത്തോടുകൂടി വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ എപ്പോഴും ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. വല്ലാതെ ഉലയുന്ന നേരത്ത് എന്നെ ഉലക്കുന്നതെന്തോ അതാണ് എൻ്റെ ഈഗോയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്കിടയ്ക്ക് ദുഃഖം വേണം, പ്രശ്നം വേണം, സങ്കടം വേണം. അപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരിക. അഡ്വേഴ്സിറ്റി ഈസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് ക്യാരക്ടർ. സ്വഭാവത്തിൻ്റെ ഉരക്കല്ലാണ് ക്ലേശം എന്ന് പറയുന്നത്. ഷിപ്പിലെ ക്യാപ്റ്റന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പഴമൊഴിയുണ്ട്. എ ബാഡ് വെദർ ക്രിയേറ്റ്സ് എ ഗുഡ് ക്യാപ്റ്റൻ. ചീത്ത കാലാവസ്ഥയാണ് നല്ല കപ്പിത്താനെ ഒരുക്കിയെടുക്കുന്നത്. സത്യമല്ലേ? എപ്പോഴും നല്ല കാലാവസ്ഥ മാത്രമാണെങ്കിൽ കപ്പിത്താൻ നല്ല കപ്പിത്താനായി കരുത്തുള്ളവനായി മാറില്ല. ടഫ് വെദർ മേക്സ് ദ ഗ്രേറ്റ് ക്യാപ്റ്റൻ. അത് സത്യമാണ്. ചീത്ത കാലാവസ്ഥയിലാണ്, ടഫ് കാലാവസ്ഥയിലാണ് ഏറ്റവും കരുത്ത് പുറത്തേക്ക് വരിക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ടഫ് വെതറാണെങ്കിൽ, നിരന്തരമായ പ്രശ്നങ്ങളാണെങ്കിൽ, ദുഃഖം പടിവാതിൽക്ക് നിങ്ങളെ എപ്പോഴും പുണരാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഓർത്തേക്കുക, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ വേണ്ടിയാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ അത് സംഭവിക്കില്ല. ദൈവം അറിയാതെ നിങ്ങളുടെ തലമുടി നാരിഴ പോലും കൊഴിഞ്ഞു വീടില്ല. അതൊന്ന് മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ എന്ന പദം എടുക്കുക. എജിക്കാരെ എന്ന ലത്തീൻ പദത്തിൽ നിന്ന് അത് വരുന്നത്. എജിക്കാരെ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പുൾ ദ ബെസ്റ്റ് ഔട്ട് ഓഫ്. ഏറ്റവും ബെസ്റ്റ് വലിച്ചു പുറത്തെടുക്കാനാണ് എഡ്യൂക്കേഷൻ തന്നെ നൽകപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തു വരും. ജപ്പാൻകാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാരോപദേശ കഥയുണ്ട്. ഒരു കുട്ടിയെ ഒരു സിംഹം ഓടിച്ചിടുന്നു. അവൻ ഓടിപ്പാഞ്ഞു പോയി ഏറ്റവും ഉയരത്തിലുള്ളൊരു മരത്തിൽ കയറി പറ്റുന്നു. പതുക്കെ സിംഹം അവനെ വിട്ടു പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് താഴേക്ക് ഇറങ്ങണം. അപ്പോഴാണ് അവന് മനസ്സിലായത് അവന് മരം കയറാൻ അറിയില്ലായിരുന്നു, മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ അറിയില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ജീവൻ മരണ പോരാട്ടം സംഭവിച്ചപ്പോൾ അങ്ങേയറ്റത്തെ ക്രൈസിസ് പോയിന്റ് വന്നപ്പോൾ അവന് ഓടാതിരിക്കാൻ വയ്യ, ചാടാതിരിക്കാൻ വയ്യ, മരം കയറാതിരിക്കാൻ വയ്യ. മരത്തിൻ്റെ ഉച്ചയിൽ എത്തിച്ചേർന്നു. ഇനി താഴേക്ക് ഇറങ്ങാൻ അവന് വയ്യ. കാരണം ഇപ്പോൾ ക്രൈസിസ് ഇല്ല. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തു വരുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈമിലല്ല, ഏറ്റവും ട്രാജിക്കായ ഒരു നിമിഷത്തിലാണ് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കില്ല. ജീവിതത്തിലേക്കൊന്ന് നോക്കുക. എല്ലാവരും നിങ്ങൾ ഒറ്റപ്പെടുത്തിയപ്പോൾ, കുറ്റപ്പെടുത്തിയപ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കൂടെ ഇല്ലാതിരുന്നപ്പോൾ ആ സമയത്ത് തമ്പുരാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, മുന്നോട്ട് പോവുക. ആ ദുഃഖ നേരത്തല്ലേ നിങ്ങൾ നിങ്ങളുടെ കരുത്ത് തിരിച്ചറിഞ്ഞത്. തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്ക് മുന്നേ പോയിട്ടുണ്ട്. ഞാൻ നിൻ്റെ വലത് കയറി പിടിക്കുമ്പോൾ, എൻ്റെ വലത് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിക്കുമ്പോൾ നീ തെല്ലും കുലുങ്ങേണ്ട ആവശ്യമില്ല. നമ്മളപ്പോൾ പ്രത്യുത്തരമായിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ വലതു ഭാഗത്തുള്ളപ്പോൾ ഞാൻ തെല്ലും കുലുങ്ങുകയില്ല. ആ ദുഃഖനേരം ഉണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ കരുത്തിനെ തിരിച്ചറിഞ്ഞത്. ഇനി ദുഃഖത്തെ അങ്ങേയറ്റം രക്ഷാകരമാക്കി മാറ്റുന്ന ഈശോ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. ആലോചിച്ച് നോക്കുക, കർത്താവിനെ എന്തുകൊണ്ടാണ് വൂണ്ടഡ് ഹീലർ എന്ന് വിളിക്കുന്നത്? കർത്താവ് മുറിവുകളൊക്കെ ഏറ്റെടുക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ കവിതയുണ്ട്. ഒരു യുവാവ് അവൻ്റെ തന്നെ അശ്രദ്ധ നിമിത്തം ഒരു കാട്ടുവഴിയിലെ കുഴിയിൽ വീണുപോയി. പലരും അതിലൂടെ കടന്നുപോയി. പക്ഷെ ആരും തന്നെ അവനെ രക്ഷിക്കുവാൻ തയ്യാറായില്ല. അവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ
അത്രക്കങ്ങ് ശ്രമം പോരാ. ഏറ്റവും അവസാനം വരുന്നത് കർത്താവാണ്. കർത്താവ് എന്താ ചെയ്യുക? പ്രസംഗമൊന്നും പറയുന്നില്ല. അയാളോട് ചോദിക്കുന്നു, അയ്യോ മോനെ രക്ഷപ്പെടണ്ടേ കുഴിയിൽ നിന്ന്? അയാൾ പറഞ്ഞു, രക്ഷപ്പെടണം, മാർഗങ്ങളില്ല, മാർഗം ഉണ്ടാക്കാം. കർത്താവ് കുഴിയിലേക്ക് ചാടി ഇറങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ചവിട്ടുക, കഴുത്തിൽ ചവിട്ടുക, രക്ഷപ്പെട്ടു കൊള്ളുക, വേറൊന്നും ചിന്തിക്കേണ്ട. ജീവൻ മരണ പോരാട്ടമാണല്ലോ. വേറൊന്നും ചിന്തിക്കാതെ അയാൾ നീണ്ട കരങ്ങളിൽ പിടിച്ച് കഴുത്തിൽ പിടിച്ച് രക്ഷപ്പെടുന്നു. കുറെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് താനെ കുഴിയിൽ നിന്നും മുകളിലേക്ക് കയറി വരികയാണ്. ആ ശ്രമത്തിനിടയിൽ ചോരപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇയാൾക്ക് സങ്കടം വരിക. ഇയാൾ ചോദിക്കുന്നു, കർത്താവെ വേദനിക്കുന്നുണ്ടോ, മുറിവ് പറ്റിയോ? അപ്പോൾ കർത്താവിൻ്റെ മറുപടി, മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ എനിക്കെന്ത് മുറിവുണ്ടായി എന്ന് ഞാൻ എണ്ണാറില്ല, എത്ര മുറിവുകൾ ഞാൻ ഉണക്കിയെന്നേ ഞാൻ എണ്ണാറുള്ളൂ. വെൻ ഐ ലവ് സമ്മൺ ഐ ഡോണ്ട് കൗണ്ട് ഹൗ മെനി വൂൺസ് ഐ ഗെറ്റ്, ഐ ഓൺലി കൗണ്ട് ഹൗ മെനി വൂൺസ് ഐ ഹീൽ. ഇതാണ് ഈശോയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആറ്റിറ്റ്യൂഡിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വൂണ്ടഡ് ഹീലേഴ്സായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതാണ്. ഈ നാസി തടങ്കൽ പാളയത്തിൽ അവിടെ അകപ്പെട്ട മനുഷ്യർ 60 ലക്ഷത്തോളം യഹൂദർ തന്നെ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. വിക്ടർ ഫ്രാങ്കിളും പ്രീമോ ലേവിയും ഏലി വിലീസും ഒക്കെ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അവിടുത്തെ ക്രൂരമായ അന്തരീക്ഷത്തെക്കുറിച്ച്. ഇവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവവുമായി ഉടമ്പടി ചെയ്ത ചില മനുഷ്യരുണ്ട്, അതായത് യഥാർത്ഥ ആത്മീയതയുള്ള ചില മനുഷ്യർ. അവർ ഈ കൊടും ദാരിദ്ര്യത്തിൻ്റെ കൊടും ക്രൂരതയുടെ സമയങ്ങളിലും കിട്ടിയ റേഷൻ ഭക്ഷണത്തിൽ നിന്നും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഓടി നടന്നവരുണ്ട്. അപ്പോൾ വിക്ടർ ഫ്രാങ്കിൾ പറയുന്നത്, സ്വർഗവുമായി ഉടമ്പടി ചെയ്ത മനുഷ്യർ അവർ അവരുടെ ദുഃഖങ്ങളെപ്പോലും മറ്റുള്ളവർക്ക് ആനന്ദമാക്കി മാറ്റാൻ ശ്രമിച്ചു. അവരിലൂടെ ഞങ്ങൾ സ്വർഗത്തെ സ്വപ്നം കാണാൻ പഠിച്ചു. ഇപ്പോൾ കർത്താവ് അവസാനമായിട്ട് പറയുന്നത് എന്താണ്? എത്തലസ്ഥായി, എല്ലാം പൂർത്തിയായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു. പക്ഷെ കുറച്ചുകൂടി സുന്ദരം, കടമെല്ലാം വീട്ടി, കൊടുക്കേണ്ട കടങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞു, എല്ലാം വിജയിപ്പിച്ചു, ദൗത്യങ്ങളൊക്കെ വിജയിപ്പിച്ചു. ഒരാൾ അന്ത്യ നിമിഷങ്ങളിൽ പറയുകയാണ്, രാജകീയമായ പ്രൗഢിയോടുകൂടി ഞാൻ ജയിച്ചെൻ്റെ ദൈവമേ, ജയിപ്പിച്ചെൻ്റെ ദൈവമേ, കടങ്ങളായ കടങ്ങളെല്ലാം വീട്ടി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് സാധിക്കുന്നത് എത്രയോ പുണ്യമാണ്. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര സാർത്ഥകമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ദുഃഖങ്ങളുണ്ടെങ്കിൽ, ദുരിതങ്ങളുണ്ടെങ്കിൽ ക്ഷമാപൂർവം കാത്തിരിക്കുക. ഈ ദുഃഖം തന്നതിനും ദൈവത്തിനൊന്ന് നന്ദി പറയുക. അപ്പോൾ അകത്ത് കരുത്തിൻ്റെ ഒരു പുതിയ ലോകം നിങ്ങൾക്കായി തുറക്കപ്പെടും. കീറ്റ്സ് ഇങ്ങനെ കവിത എഴുതുന്നുണ്ട്, ദുഃഖത്തിൻ്റെ കണ്ണടയിലൂടെയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ഞാൻ കണ്ടെടുത്തത്. അത് സത്യമാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ വലിയ ദുഃഖമുണ്ടാകുമ്പോൾ, ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ പഠിക്കുക. മുറിവുണക്കി എന്ന പേരിലുള്ള ഒരു ചെടിയുണ്ട്, അതൊരു ബ്രസീലിയനാണ്, കോറൽ ബുഷ് ഇനത്തിൽപ്പെട്ട ഒരു ചെടി. ഈ മുറിവുണക്കി എന്ന പേരിൻ്റെ തന്നെ ഒരു സൗന്ദര്യമുണ്ട്. മുറിവുണക്കി അക്ഷരാർത്ഥത്തിൽ മുറിവുണക്കിയാണ്. കാരണം അത് ചതച്ച് അതിൻ്റെ നീര് മുറിവിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രകൃതി ദത്തമായ വിധത്തിൽ നിങ്ങളുടെ മുറിവുകൾ ഇല്ലാതാകും. ചില മനുഷ്യർ മുറിവുണക്കി പോലെയാണ്. ഈ മുറിവുണക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ചോരയും നീരുമാണ് മറ്റുള്ളവർക്ക് സിദ്ധ തൈലമായിട്ട് മാറുക. ചില മനുഷ്യർ അവരുടെ സങ്കടങ്ങളെയാണ് മറ്റുള്ളവർക്ക് ആനന്ദങ്ങളായിട്ട് പകർന്ന് നൽകുക. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാണ് സത്യത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് തീരുന്നതും. അതിനെത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. ചില ആളുകളുണ്ട്, അവർ അവരുടെ ദുഃഖങ്ങളിൽ ഒരു തരം ആത്മരതി കണ്ടെത്തുന്നവരായി മാറും. അതായത് ദുഃഖത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ദുഃഖത്തിൻ്റെ കൂട്ടിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ എന്ന മട്ടിൽ കവിത കുറിച്ച് കഴിയുന്ന മനുഷ്യർ. അതത്ര നല്ല കാര്യമൊന്നുമല്ല. പഴയ മലയാള കവി എഴുതി, വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീരവ മൃതമൊഴുകട്ടെ. അതിൽ ഒരു പ്രശ്നമുള്ളത്, ചില ആളുകൾ ഈ
ദുഃഖത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ദുഃഖം ദൈവം തരുന്നതാണ്, അതിനെ കൈനീട്ടി സ്വീകരിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ആനന്ദത്തിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സജ്ജമാക്കുക. പക്ഷെ ചില ആളുകൾ ദുഃഖത്തെ വരിച്ച് പിന്നെ ഒന്നും ചെയ്യാതെ മുറിക്കുള്ളിൽ അടച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ, തപിക്കുന്ന നിശബ്ദത ഞങ്ങൾ എന്ന മട്ടിൽ കവിത കുറിച്ചിരിക്കുകയാണ്. അതത്ര നല്ല കാര്യമൊന്നുമല്ല. സെൽഫ് ഡിഫീറ്റിംഗ് ഡിസോർഡർ എന്നൊരു മാനസിക രോഗമുണ്ട്. അതായത് ഈ ഡിസോർഡറുള്ള മനുഷ്യർ അവരെ തന്നെ നിരന്തരം വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. അതായത് എന്നെ കൊള്ളില്ല, ഞാനൊന്നിനും കൊള്ളില്ല, എൻ്റെ ചുറ്റുമുള്ള ലോകം നല്ലതല്ല, ദുഃഖം മാത്രമാണ് ചുറ്റിലും, എല്ലായിടത്തും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖത്തിൻ്റെ ചെറു കുടുസു ലോകത്തിൽ ഇരുട്ടുമുറിയിൽ അവരെ തന്നെ തളച്ചിട്ടിരിക്കുകയാണ്. അതൊരിക്കലും നല്ലതൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിനി ഹോപ്പില്ല, ഹോപ്പ്ലെസ്നെസ് ആണ് നിങ്ങളുടെ ലാംഗ്വേജ് എന്ന് മട്ടിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് കുതിച്ചുയരുവാനുള്ള കരുത്താണ് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ നമ്മളെ എടുത്ത് എറിയുന്നുണ്ടാവും. നിയമാവർത്തന പുസ്തകത്തിൽ അതിസുന്ദരമാണല്ലോ പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന ആ രംഗം. ഇടയ്ക്ക് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ നേരത്ത് ദൈവം നിങ്ങളെ കൈവിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നേരത്ത് ആ ചിത്രം ഒരു തിരശ്ശീല കാണുന്ന പോലെ ഒന്ന് കണ്ടുവെക്കുക. അത് അതിരസകരമായിട്ടുള്ളൊരു ധ്യാനമായിട്ട് മാറും. വളരെ നനുത്ത തൂവലുകൾ കൊണ്ടും ചില്ലകൾ കൊണ്ടുമാണ് പരുന്ത് കൂടൊരുക്കുന്നത്. ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കൂടാണത്. അതിൽ മുട്ടയിട്ട് അടയിരിക്കുന്നു, കുഞ്ഞു വളരുന്നു. കുഞ്ഞിന് ചിറകിന് ബലം വന്നു, കാലുകൾക്ക് ബലം വന്നു എന്ന് പരുന്ത് ഉറപ്പാക്കുന്ന സമയത്ത് പിന്നെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ അതിനെ താഴേക്ക് തള്ളിയിടുകയാണ്, കൊത്തിപ്പറിച്ച് അതിനെ താഴേക്ക് ഇടുകയാണ്. ഈ കുഞ്ഞുകിളി ഒരു തരത്തിലും താഴേക്ക് വീഴാതിരിക്കുവാൻ വേണ്ടി ആ ചില്ലകളോട് അള്ളിച്ചേർന്ന് കിടക്കും. വീണ്ടും അതിനെ കൊത്തി താഴേക്കിടും. താഴേക്ക് വീഴുമ്പോൾ കിതച്ച് പിന്നെ കുതിച്ച് പിന്നെ ഉയരുകയാണ്. ആകാശത്തിൻ്റെ രാജാവാണ് എന്നെ. ഏറ്റവും ഉന്നതമായ കൊടുമുടികൾക്കും അപ്പുറത്തേക്ക് അത് എത്തിച്ചേരുകയാണ്. ദൈവം നിങ്ങളെ എറിഞ്ഞുടച്ചത് ഉടക്കാൻ വേണ്ടിയായിരുന്നില്ല, നിങ്ങളുടെ കരുത്ത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എടുത്തെറിഞ്ഞത് ഉടക്കാൻ വേണ്ടിയായിരുന്നില്ല, ദൈവം നിങ്ങളെ എടുത്തെറിഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കരുത്ത് കണ്ടെത്താൻ വേണ്ടിയായിരുന്നു, നിങ്ങളുടെ ചിറകിൻ്റെ ബലം തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവം അനുവദിച്ച് തന്ന ഒരു ദുഃഖത്തിൻ്റെ പാനപാത്രവും നിങ്ങളെ നശിപ്പിക്കാനായിരുന്നില്ല. രക്ഷയുടെ പാനപാത്രമായിരുന്നത്, വിഷത്തിൻ്റെ പാനപാത്രം ആയിരുന്നില്ല. അത് മനസ്സിലാക്കുക.